നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ ആയിട്ടാണ്. അപ്പോൾ എക്സൈറ്റഡ് ആണോ? യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. സ്കൂൾ ബാക്ക് ടു സ്കൂളിൻ്റെ ചെറിയൊരു മടിയുണ്ട്, എന്നാലും നമ്മൾ പ്രിപ്പറേഷൻ ഉണ്ട്. കുറച്ച് അധികം പ്രിപ്പറേഷൻ ഉണ്ട്. കുറേ ചൊട്ടണം, നെയിംസിൽ പഠിക്കണം, എഴുതണം, വാങ്ങണം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗായ്സ്, ഇതാണ് നമ്മൾ 2 കവർ ബണ്ടിൽ ഓഫ് ബുക്ക്. ഇത് സഫയുടെ, ഇത് എൻ്റെതുമാണ്. എൻ്റെ ബുക്ക് ഞാൻ കുറച്ചൊക്കെ ടെക്സ്റ്റുകളൊക്കെ ചൊട്ടെടുത്തിട്ടുണ്ട്. നോട്ടുകളൊക്കെ ഇതാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബുക്കിൻ്റെ ഇതാണ്, കണ്ടു. സഫയുടെ ബണ്ടിൽ ഇതാണ് സഫയുടെ ബുക്സും ടോട്ടൽ ഇതും. ഓക്കെ, സോ സഫയുടെ ബുക്കിൻ്റെ ബണ്ടിൽ തൊട്ടിട്ടില്ല. അപ്പോൾ സഫയുടെ ഇനി ചൊട്ടിടണം, സെറ്റാക്കണം. സഫയുടെ പണി എപ്പോഴേ സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഗായ്സ്, ഞാൻ ഹെൽപ്പർ ആട്ടോ. ഓരോ ബുക്ക് എടുക്കും, പിടിച്ചെടുക്കും. സഫ റിയലായിട്ട് ശരിക്കും ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറേ പണികൾ വിളിച്ചിട്ടുണ്ട്. അവളുടെ ബുക്കുകൾ അവളെ തന്നെ സ്റ്റാപ്ലർ അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഉമ്മക്ക് ഓരോ ബുക്കുകൾ ഇങ്ങനെ ചൊട്ടിടാൻ വേണ്ടി എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചൊട്ടിടുന്നതൊക്കെ ഉമ്മയുണ്ട്. ഞാൻ ചൊട്ടിടണില്ല, സഫയും ചൊട്ടിടണില്ല. ഉമ്മ തന്നെ ഉമ്മക്കടെ വൃത്തിക്ക് ചൊട്ടിടാറില്ല. അതുകൊണ്ട് ഉമ്മയുടെ കയ്യിലാണ് കൊടുക്കുക ചൊട്ടിടാനൊക്കെ. അപ്പോൾ ഉമ്മ നല്ല വൃത്തിക്ക് ചൊട്ടിടണം. ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ചൊട്ടിടുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ടാണെങ്കിലും പഠിച്ചാൽ മതി കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചൊട്ടിടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടെ എന്താ പിന്നെ എനിക്കായിട്ട് ചൊട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചൊട്ടിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തികേടാവും. അതുകൊണ്ടാണ് ഉമ്മാനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കണേ. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചൊട്ടിട്ട് കഴിയും. പിന്നെ സഫ് ചെയ്യണ പോലെ സ്റ്റാപ്ലർ അടിക്കുക. അതെല്ലാവർക്കും ഈസിയല്ലോ. ഇനിയിപ്പോൾ എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആട്ടോ. ഇതെടുത്തിട്ട് നേരെ സ്റ്റാപ്ലർ അടിക്കുക. ഇവിടെ ഒരു കോമഡി നടന്ന് എൻ്റെ കയ്യിൽ സ്റ്റാപ്ലർ എൻ്റെ കയ്യിൽ നിലത്ത് വീഴുന്നതാണ്. സ്റ്റാപ്ലർ നേട്ടോ നാളെ കിടക്കടെ നെൽത്തൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെല്ലാം പണി ചെയ്യാം. പണിയിൽ ഇനി ഒരു വീഴ്ചയില്ല. മൊത്തം ഞാൻ തന്നെ ചെയ്തില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. സോ എൻ്റെ ബുക്കൊക്കെ ഞാൻ സെറ്റാക്കി. അതൊക്കെ എൻ്റെ ബുക്കാണ് ഞാൻ തന്നെ ചെയ്തതാണ്. ഇത് മൊത്തം ചൊട്ടിട്ടത് ഉമ്മയാണെങ്കിലും സ്റ്റാപ്ലർ അടിച്ചത് ഞാനാട്ടോ. ഒരാളിങ്ങനെ അടിച്ചത്. ഇതൊരു നല്ല കുട്ടി. സോ ഗൈസ്, ഈ ഇത് മൊത്തം ഞാൻ സ്റ്റാപ്ലർ അടിച്ചതാണ്. സഫ ഉള്ളിലൊക്കെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിലൊക്കെ പേര് എഴുതുകയാണ്. കുട്ടിയായിട്ട് പേര് എഴുതുന്നത്. ഗൈസ്, ഇനി നമ്മളെ 2 എണ്ണത്തിൽ ഇനിയുള്ളത് പെൻഡിങ് ആയി കിടക്കുന്നത് നോട്ട്സ് ബുക്കാണ്. നോട്ട്ബുക്ക് ഇതാണ് എൻ്റെ നോട്ട്ബുക്കുകൾ. ഏകദേശം വർഷത്തിലധികം ഉണ്ട്. ആൻഡ് സഫയുടെ ഇതാണ് സഫയുടെ നോട്ട്ബുക്കുകൾ. സോ സഫയുടെ നോട്ട്ബുക്സും എന്നെങ്ങോട്ടും കൂടുതലുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. സോ ദിസ് ഈസ് നോട്ട്ബുക്സ്. ഇനി നമ്മൾ നോട്ട്ബുക്ക് ഞാൻ റാപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും തുടങ്ങി എൻ്റെ പണിയിലേക്ക്. ഇന്നത്തെ ഒരു പണി വല്ലാത്തൊരു പണിയായി പോയി. ഞാൻ സഫയുടെ ബുക്കൊക്കെ ചൊട്ടിട്ട് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു വലിയ തലവേദന പറഞ്ഞാൽ ഒക്കെ സെറ്റാക്കണം, ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാ ബുക്കും ഉണ്ടോ. അതിൽ ടെക്സ്റ്റിനെ പറ്റിയ നോട്ട് ബുക്ക് ഉണ്ട്. ഏതൊക്കെ നോട്ട് ബുക്കാണ്. കുറച്ച് ബുക്ക് 100 പേജ് അല്ല 176 പേജിൻ്റെ, കുറേയൊക്കെ 150-ൻ്റെ ആണ്. അപ്പോൾ അത് അതിൻ്റേതായ സബ്ജക്റ്റിന് വെക്കണം. അതൊക്കെ ചെക്ക് ചെയ്യാനും നല്ല പണിപ്പെട്ട പാടായിരുന്നു കേട്ടോ. കുറേ ബുക്കുള്ളത് കൊണ്ട് കുറച്ചധികം ഞാൻ കഷ്ടപ്പെട്ടു. ലാസ്റ്റ് എന്താ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മയൊക്കെ കിസസ് മിഠായി തന്നു. അങ്ങനെ അതൊക്കെ തിന്നതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ പണി തുടങ്ങിയിട്ട. പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറേ ബുക്കുള്ളത് കൊണ്ട് കുറച്ചധികം കഷ്ടപ്പെട്ട് കുറേ എണ്ണാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ബുക്കൊക്കെ എണ്ണി എല്ലാ കണക്കൂട്ടലും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് സഫേനോട് ചെയ്യാനൊക്കെ കുറേ കാര്യങ്ങൾ പറയായിരുന്നു. ദേഷ്യം വന്നിട്ട് ആ സമയത്താണ് എൻ്റെ സ്നേഹിതയായ അനിയത്തി എനിക്ക് ഇത് പഫാക്കി ആയിട്ട് വന്നത്. അങ്ങനെ കൂട്ടത്തിൽ സഫയും ഞാനും കൂടി പഫാക്കിയൊക്കെ തിന്ന് സഫേനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കുറേ അവൾ ഏത് സബ്ജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എഴുതുന്നുണ്ട്. അവിടെ അവളുടെ ബുക്കിലായതുകൊണ്ട് അവളൊക്കെ എഴുതി ഒക്കെ ഹെൽപ്പിങ് കേട്ടോ. ഭയങ്കര ഹെൽപ്പിങ്, നല്ല കുട്ടിയായി. അങ്ങനത്തെ എനിക്ക് പഫാക്കി അതുകൊണ്ട് സുഖമായിട്ട് ഇരുന്ന് തിന്നാനൊക്കെ പറ്റി. അങ്ങനത്തെ ഞങ്ങൾ 2 പേരും കൂടി പണി നന്നായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. ഈ സഫയുടെ ഫുള്ള് കഴിഞ്ഞിട്ട് മൊത്തം കംപ്ലീറ്റ് ആയി. അങ്ങനെ
സഫയുടെ മൊത്തം ചൊട്ടിട്ട് ഫുൾ സെറ്റ് ആയിട്ടോ. അതിന് ശേഷം ഞാൻ എൻ്റെതും കൂടി ചൊട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തു. സോ അങ്ങനെ ഞാൻ ഇനി സഫയുടെ കുറച്ച് ബുക്കുകളൊക്കെ ഇനി നെയിം സ്ലിപ്പ് ഒട്ടിക്കാണ്ട്, അപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കിയതാണ്. ഇനിയിപ്പോൾ ആ വീണ്ടും ഊരിയിട്ട് ഇനി എനിക്ക് എല്ലാ ബുക്കിലും നെയിം സ്ലിപ്പ് ഒട്ടിച്ച് അതിൽ പേര് എഴുതണം. ഇത് ഞാൻ ഒറ്റക്കല്ല, സഫയുടെ ബുക്കൊക്കെ സഫ ചെയ്യുന്നു, എൻ്റെ ബുക്കൊക്കെ ഞാൻ ചെയ്യുന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. സഫയുടെ ബുക്ക് സഫ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എന്തിട്ടാണ് നടക്കാൻ നോക്കാം. അപ്പോൾ ഗായ്സ് അങ്ങനെ ഞാനും സഫി തുടങ്ങിയിട്ടോ നമ്മൾ നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്ന പരിപാടി. സഫിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചു നെയിം സ്ലിപ്പാണ്, ഈ ഫ്ലവേഴ്സിൻ്റെ നെയിം സ്ലിപ്പ്. അവൾക്ക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ബൊക്കെ ഫ്ലവേഴ്സ്. അങ്ങനെ അത് ഒട്ടിക്കലാണല്ലോ തുടങ്ങിയത്. ഞാൻ സഫയും കൂടെ ഒട്ടിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ എഴുതുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി തുടങ്ങിയ പണിയായതുകൊണ്ട് ഞാൻ സഫയും കൂടി ചെയ്യുന്നത്. എൻ്റെ ബുക്കാട്ടോ ഞാൻ ചെയ്യുന്നത്, സഫയുടെ ബുക്ക് സഫയും ചെയ്യണം, അവളെ ബുക്കുകളോ ഒറ്റയ്ക്ക് ചെയ്തിട്ട് വിചാരിച്ചിട്ടാണ്. സോ ഓക്കെ എന്തായാലും നമ്മളെല്ലാത്തിലും നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടോ നമുക്ക് പേര് എഴുതണം. സോ ഇതായിരുന്നു എൻ്റെ ബുക്ക്. എൻ്റെ ബുക്കിൽ എല്ലാത്തിനും നമ്മൾ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒളിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കത്തിലും പേര് എഴുതിയിട്ടില്ല, ഇതിലൊക്കെ കുറച്ച് ഇതിലാകെ ഈ ബുക്കിൽ മാത്രം പേരിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ പേര് എഴുതാനുള്ളതാണ്. പേരെഴുതിക്കൊണ്ടിരിക്കുകയാണ് സഫ. ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പേരെഴുതി കഴിഞ്ഞ ബുക്കുകളാണ്. കുറച്ചധികം ബുക്കുകൾ ഓൾറെഡി പേരെഴുതി കഴിഞ്ഞ് ഇവിടുന്ന് ഓരോന്ന് പേരെഴുതി കഴിഞ്ഞതിന് ശേഷം അതിനെക്കാട്ടി മുന്നേ തന്നെ ഈ 2 ബുക്ക് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കയറ്റും. അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ പ്രശ്നമില്ല, തൊട്ടാലൊന്നും സ്പ്രെഡ് ആവില്ല. ഇച്ചിരി ഉദ്ദേശിച്ച് തന്നിട്ടത് ഗൈസ് ഇതാണ് സഫയുടെ ഒരു ന്യൂ ടെക്നിക്ക് ആട്ടോ. ഇങ്ങനെയാണ് സഫ എല്ലാ ബുക്കും. അങ്ങനെ ഗൈസ് ഞാൻ നേരെ പോയി കുറേ നേരം ഇതിനെ പിന്നിൽ ഇരിക്കണം. അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടതെന്നൊരു അറിയാം. സഫ നേരത്തോടെ കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സഫയുടെ ലാസ്റ്റത്തെ ആയിരുന്നു മൊത്തം കഴിഞ്ഞു ഗൈസ്. എല്ലാം കഴിഞ്ഞു, മൊത്തത്തിലുള്ള എഴുതി കമ്പിച്ചു. ഇതാണ് ഗൈസിൻ്റെ പവർ. ഒറ്റ ഇട്ടിന് ഫുള്ള് ആയിട്ടുള്ളൂ. ഇതൊക്കെ ഇനി ചെയ്യാറുണ്ട്. സോ ഇനി നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. എന്നിട്ട് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്താൽ സഫ കമാൻ. അപ്പോൾ ഗൈസ് നമുക്ക് ക്യാമറയ്ക്കൂടെ അധികം കാണുമ്പോൾ റിയലായിട്ടാണ് നല്ല രസം കേട്ടോ, ഫുൾ അടിപൊളി. അപ്പോൾ ഇന്നത്തെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഉള്ളത് അച്ചാറുണ്ട്, ചീരപ്പേരിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പപ്പടമുണ്ട്. സോ ഇനി വേസ് പിന്നെ പിന്നെ ഒരു സംഭവമായിട്ട് മെയിൻ ഐറ്റമായ രസമുണ്ട് കേട്ടോ. സോ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. അങ്ങനെ ഞാൻ സഫയും കൂടി ഫുഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. വൈബായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇനി എന്തായാലും എൻ്റെ പണിപ്പുര തുടങ്ങാൻ വേണ്ടും. അങ്ങനത്തെ ഞാൻ എൻ്റെ ബുക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മുടെ സഫ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് അവൾ മുങ്ങിയിട്ടോ. അവളവിടെ TV ആണായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഇരുന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഗൈസ് ഞാൻ ഇരുന്ന് എഴുതി മൊത്തം കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ബുക്കും എഴുതി ഒക്കെ ഉണങ്ങിയിട്ട് നെയിം സ്ലിപ്പ് ഒക്കെ ഉണങ്ങി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനത്തെ ഫുൾ കംപ്ലീറ്റ്. ഗൈസ് ഇവിടെ ഭയങ്കര മഴയുണ്ട്, ചെറുതായിട്ടൊക്കെ മഴയുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇനി തിരിച്ച് നമ്മളെ കവറിലേക്ക് എടുത്ത് വെക്കാം. ഗൈസ് അങ്ങനെ നമ്മളിതായത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റാക്കി നമുക്ക് ഈ കവറിലേക്ക് മാറ്റാം. സഫയുടെ ഫുൾ സെറ്റായിട്ടുള്ള റബ്ബർ ബാൻഡ്സ് ഒക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. മൊത്തത്തിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നമ്മൾ സഫ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് അവൾ തന്നെയാണ് മൊത്തം എഴുതലും ഒക്കെ സെറ്റാക്കിയത്. ഗുഡ്, നല്ല പണിയുണ്ടായിരുന്നു, അത്യാവശ്യത്തിനുള്ള പണി ഉണ്ടായിരുന്നു, സാധാരണ ഇത്. ഓക്കെ ഇനി ഞാൻ എൻ്റെ തട്ടണം. ഗായ്സ് പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചതാ, കാണുന്നുണ്ടോന്നൊക്കെ അറിയില്ല. റസ അവിടെ എഴുതുന്നുണ്ട്, അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം എന്താണ് കേട്ടോ റസ എന്ന്. ഗായ്സ് നമുക്ക് മഴയത്ത് നിന്ന് ഇറങ്ങിയാലോ. വാ.
കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ഒരാളെ കഴിഞ്ഞ ഒരു പായസം കുറിച്ച് നമുക്ക് എന്ത് ഇത്ര വലിയ പണിയില്ലേ? ഞാനിന്ന് കുറച്ചധികം പണിയെടുത്തത് കൊണ്ട് തന്നെ എനിക്കിന്ന് ഡ്രസ്സ് യൂണിഫോം സെറ്റാക്കാനുള്ള ആരും മൂടില്ല. സോ ഇന്ന് ഉമ്മ ഉണ്ടാക്കി തന്നൊരു സ്പെഷ്യൽ പായസേന്, സൂപ്പർ പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പായസേന. ഏകദേശം പടി കിട്ടിയിട്ടുണ്ടാവും. സോ ദിസ് വാസ് അവർ ലാസ്റ്റ് ഡേ ഓഫ് അവർ വെക്കേഷൻ. സോ നമ്മൾ നാളെയാണ് നമ്മുടെ സ്കൂൾ തുറക്കുന്നത്. എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് അല്ലേന്ന് ചോദിച്ചാൽ നോ. പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞ് ഇതുപോലത്തെ ലീവൊന്നും ഉണ്ടാവില്ലല്ലോ. പഠിച്ചൊന്നുമില്ല, പക്ഷെ ഇഷ്ടമാണ്. സഫ മുകളിലാണ്. സഫ ഇപ്പോൾ വരുന്ന പറഞ്ഞിട്ടില്ല. സോ അവൾ വരട്ടെ. നിങ്ങൾ പറയും ഞാൻ കുറേ മറ്റേ വീഡിയോയിൽ പറയണ്ട ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു, സ്കൂൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൽ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് കമൻറ്റ്സ് കണ്ടു, ഡിഫറെൻറ്റ് കമൻറ്റ്സ് വേറെ വേറെ വീഡിയോസിലായിട്ട്. സോ ഈക്വലായിട്ടാണ് തോന്നിയത്. കാരണം ഒരു 8 പേരാണ്ട് മറ്റേ ബോക്സ് മറ്റേ നോമ ബോക്സ് പറഞ്ഞ് സെയിം 8 പേര് തന്നെയാണ്. വേറെ 8 പേര് തന്നെ ഈ ഒരു പർപ്പിൾ കളർ സിൻഡ്രല്ലയുടെ ഒരു ലക്ഷ്മിൻ്റെ ഫ്രോസൻ്റെ പറഞ്ഞ്. സോ ദാറ്റ്സ് വൈ വി വർ കൺഫ്യൂസ്ഡ് ആൻഡ് ഞങ്ങൾ ലോട്ടിട്ട് തീരുമാനിച്ചു വി ക്യാൻ ഫ്രോസൻ്റെ എടുക്കാം. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്താ സെറ്റ്. സോ ഗൈസ് നമ്മൾ സഫ വന്നു കേട്ടോ. അപ്പോൾ സഫയുടെ ഞാൻ പറഞ്ഞ പോലെ സഫയ്ക്ക് ഈ സെറ്റ് 2 സെറ്റുണ്ട്, എനിക്ക് 2 സെറ്റുണ്ട്. ഓട്ടോ ന്യൂ വാട്ടർ ബോട്ടിൽ. സോ ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ആക്കണം. ഫസ്റ്റ് തന്നെ നമ്മുടെ ബോക്സിൻ്റെ ആ ഒരു പരിപാടിയാണ് കേട്ടോ. സോ ലെറ്റ്സ് അൺബോക്സ് ഫസ്റ്റ് ആയിട്ട് സഫയുടെ എൻ്റെ അടുത്ത്. ഓക്കെ, സോ ലെറ്റ്സ് അൺബോക്സ്. ഭയങ്കര സ്കുഷിയാണ്, ഭയങ്കര സ്കുഷി. ഇത് സ്കുഷി ആയിട്ടുള്ളതാണ്. നോ ലുക്ക്, സ്പോഞ്ച് ഉണ്ട്. സ്പോഞ്ച് സ്കുഷി. സൂപ്പർ ക്വാളിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി ഐ ക്യാൻ ഡിഫറൻസ്. നല്ല കമ്പനി. ലുക്ക്, ഇത് എക്സാമ്പിൾ സഫിക്സ് സുഖമായിട്ട് എഴുതാം. ഓക്കെ, ആൻഡ് സെറ്റാണ് ഞാൻ പറയണ്ടായിരുന്നു. ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രോസൻ്റെ ബേസിലാണ്. സോ ഇനി നമ്മുടെ ബാക്കിലെ പരിപാടിയിലേക്ക് നടക്കാം. നമ്മുടെ പൗച്ചൊക്കെ ചെയ്യണതുകൊണ്ട് നമ്മുടെ ബാഗ് മാറ്റി വെക്കുകയാണ്. ബ്ലാക്കും ബ്ലൂവും പെൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലെക്സി 5ൻ്റെ കേട്ടോ. ഗൈസ്, നമ്മുടെ സഫയുടെ ബോക്സ് മൊത്തത്തിൽ അവൾ എന്തൊക്കെ വെക്കാനുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചു. സോ നൗ യു ക്യാൻ സീ മൈൻസ്. ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ പണി തുടങ്ങി. ഞാൻ എൻ്റെ പൗച്ചിൽ എന്തൊക്കെ വെക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെച്ച്. ഈ ഷാർപ്പ്നറിൻ്റെ പാക്കിങ് എന്തൊരു പാക്കിങ്ങാന്ന് വെച്ചിട്ടാ തുറക്കാൻ പറ്റിയിരുന്നില്ല. സോ അങ്ങനെ ഞാനെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, സോ നമ്മുടെ പൗച്ച് സെറ്റായിട്ടുണ്ട്. സോ നമ്മൾ പൗച്ച് മാറ്റി വെക്കാം. അട്ടൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നൈസ്. ബാഗിലാണ് ഇനി മെയിൻ പരിപാടികൾ എടുക്കണം. സഫ ബുക്ക് പിന്നെ സഫ വെക്കുന്നുണ്ട്. ഇത് സഫ സ്കൂളിൽ പഠിക്കാൻ അല്ല, ഫസ്റ്റ് ഡേ നമുക്ക് ബുക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ
ഇത് മിസ്സുമാരും എല്ലാ കുട്ടികൾക്കും ബുക്ക് തെറ്റി കൊടുത്ത് 6th ബുക്ക് കൊടുത്തിട്ട് 4th കൊടുത്തത് കൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്യാനുള്ള ബുക്കാണ്. ഓക്കേ, സോ ഇതാണ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ